ആ വലിയ ബിൽഡിങ്ങിന് മുമ്പിൽ ഓട്ടോ ഇറങ്ങി ഓട്ടോക്കാരനുള്ള കാശും കൊടുത്ത് ആ ബിൽഡിങ്ങിന് ചുറ്റുമൊന്ന് കണ്ണോടിച്ചു മിഴിച്ച് ആ ബിൽഡിങ്ങിൽ തന്നെ നോക്കി നിന്നു. ഇതിലിപ്പോൾ എത്രാമത്തെ നിലയിലാണാവോ സിഇഒയുടെ ക്യാബിന്? ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് കയറി അവൾ ചുറ്റും നോക്കി. ലിഫ്റ്റിൽ കണ്ണുടക്കിയതും അവൾ വേഗം തന്നെ ലിഫ്റ്റ് ലക്ഷ്യം വെച്ച് നടന്നു. ഓരോന്ന് ആലോചിച്ച് നടന്നുകൊണ്ട് തന്നെ ഒരാൾ ഇടിച്ച് വീഴാൻ പോയതൊന്നും കൊച്ച് അറിഞ്ഞിരുന്നില്ല. മുന്നിൽ നിൽക്കുന്ന ആളെ പരിചയമില്ലെങ്കിലും വെറുതെ ഒന്ന് ചിരിച്ച് കാണിച്ച്. അതെ, ഈ സിഇഒയുടെ ക്യാബിന് ഏത് ഫ്ലോറാ? ദേഷ്യത്തോടെയുള്ള അവൻ്റെ നോട്ടം അവഗണിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. എന്നാൽ അതിനു മറുപടി പറയാതെ അവളെ ഒന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് അവൻ ലിഫ്റ്റ് ലക്ഷ്യം വെച്ച് നടന്നു. ആകെ മൊത്തം കിളിപ്പോയ അവസ്ഥയിലാണ് തേജസ്വി. ലിഫ്റ്റ് ഡോർ അടയുന്ന ശബ്ദം കേട്ടാണ് അവൾ സ്വഭാവത്തിലേക്ക് തിരിച്ചു വന്നത്. അയ്യോ, ഞാനുണ്ട്! അതും പറഞ്ഞ് ലിഫ്റ്റിനടുത്തേക്ക് ഓടിയെടുത്തെങ്കിലും അപ്പോഴേക്കും ലിഫ്റ്റ് ഡോർ അടഞ്ഞിരുന്നു. മനസ്സിൽ ആ പോയവനെ നന്നായി സ്മരിച്ചു. അതുവഴി പോയ മറ്റൊരു സ്റ്റാഫിനോട് ഫ്ലോർ നമ്പർ ചോദിച്ച് മനസ്സിലാക്കി. ഇനിയും നിന്നാൽ ശരിയാവില്ലെന്ന് മനസ്സിലായതും പടികൾ ഓടിക്കയറി. 4-ാം നിലയിലെത്തിയപ്പോഴേക്കും അവൾ ആകെ കിതച്ചിരുന്നു. കൈ കാൽമുട്ടിൽ താങ്ങി അവൾ നിന്ന് കിതച്ച് ദീർഘമായി ഒന്ന് വിശ്വസിച്ച് അവൾ മുന്നിലേക്ക് നടന്നു. മുന്നിൽ കണ്ട സ്റ്റാഫിനോട് സിഇഒയുടെ ക്യാബിൻ അന്വേഷിച്ച് ക്യാബിൻ ലക്ഷ്യം വെച്ച് നടന്നു. നടക്കുമ്പോഴും നേരത്തെ കണ്ട അയാളെ സ്മരിക്കാൻ അവൾ മറന്നില്ല. ക്യാബിന് മുന്നിലെത്തിയതും അവൾ തൻ്റെ വിറയൽ മാറ്റാനൊരു ശ്രമം നടത്തി. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വലിയ കമ്പനിയിൽ ജോലിക്ക് വരുന്നത്. ഇന്റർവ്യൂവിന് വന്നപ്പോൾ പോലും ഇത്ര വലിയ കമ്പനിയിലാണ് ജോലിക്ക് വരാൻ പോകുന്നതെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. അതിൻ്റെ എല്ലാവിധ പേടിയും അവളിൽ ഉണ്ടായിരുന്നു. പേടിയോടെ കണ്ണുകൾ ഇറുകിയടച്ച് അവൾ ക്യാബിൻ ഡോർ തുറന്ന് അകത്തേക്ക് കയറി. പെട്ടെന്ന് എന്തിലോ തട്ടി അവൾ വീഴാൻ പോയതും 2 കൈകൾ അവളെ പിടിച്ച് നേരെ നിർത്തി. അവൾ പകപ്പോടെ ആ മുഖത്തേക്ക് നോക്കി. ദൈവമേ, ഇതാ പിന്നെയും അയാൾ! സുഭാഷ്! ദയനീയമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നാൽ ആ മുഖത്ത് കത്തിജ്വലിക്കുന്ന ദേഷ്യത്തിൽ പറയാൻ വന്നതൊക്കെ അവൾ അറിയാതെ വിഴുങ്ങി. ഒരു സിഇഒയുടെ ക്യാമ്പിലേക്ക് ഒരു പാലിക്കേണ്ട സാമാന്യ മര്യാദ പോലെ നിനക്കറിയില്ലേ? അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ ദേഷ്യം വന്നെങ്കിലും മാക്സിമം നിഷ്കു എക്സ്പ്രഷൻ ഇട്ട് നിന്നു. അത് പിന്നെ സർ, ഞാൻ അക്കൗണ്ടിങ് സെക്ഷനിലേക്ക് പുതുതായിട്ട് ജോയിൻ ചെയ്യാമെന്ന അക്കൗണ്ടന്റാ. സോ അതിന് എൻ്റെ നെഞ്ചത്തേക്ക് ഇടിച്ചു കയറി വരണോ? പിന്നെ ഇടിക്കാൻ പറ്റിയൊരു സാധനത്തിനെ കണ്ടില്ലേ? ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, അറിയാതെ പറ്റിയതാ. മുഖത്ത് മാക്സിമം വിനയം വരുത്തി അവൾ പറഞ്ഞു. ഇപ്പം അറിയാതെ ഇടിച്ചതായിരിക്കും, അപ്പം നേരത്തെയോ? അവൻ സംശയഭാവത്തോടെ അവൾ നോക്കിക്കൊണ്ട് ചോദിച്ചു. അത് സർ, അപ്പോഴും അറിയാതെ ഇടിച്ചതാ. വീണ്ടും അതേ നിഷ്കുഭാവം. കിരൺ, എന്താ ഇവിടെ? പെട്ടെന്ന് ക്യാബിനിൽ നിന്നൊരു ശബ്ദം കേട്ടതും ഇരുവരും അങ്ങോട്ടേക്ക് നോക്കി. സിഇഒയുടെ ചെയറിലിരിക്കുന്ന ആ വ്യക്തിയിൽ അവളുടെ മിഴികൾ ഉടക്കിയതും അവളുടെ കണ്ണുകൾ വിടർന്നു. ആള് കൊള്ളാം. വെട്ടിയൊതുക്കിയ താടി, മുടി കുറച്ചുകൂടെ നീട്ടിയിരുന്നേ കുറച്ചുകൂടെ ഭംഗിയായനെ. അവൾ അവനെ മൊത്തത്തിൽ സ്കാൻ ചെയ്യാൻ തുടങ്ങി. അവളുടെ നോട്ടം ആ മിഴികളിൽ ചെന്ന് ഉടക്കിയതും ആ മിഴികളിൽ നിന്ന് നോട്ടം മാറ്റാൻ അവൾക്ക് കഴിഞ്ഞില്ല. ആ കണ്ണുകൾക്ക് എന്തോ ആകർഷണീയതയുള്ളതായി അവൾക്ക് തോന്നി. അത് സർ, പുതിയ അക്കൗണ്ടന്റാ. കിരണിൻ്റെ ശബ്ദമാണ് ഇത്രയും നേരം അയാൾ മതിമറന്നിന്ന് അവൾ ഉണർത്തിയത്. ഓക്കെ, അതോട് വരാൻ പറയും. ഓക്കെ സർ. കിരൺ അവൾക്കായി വഴിമാറിക്കൊടുത്തു. അപ്പോൾ ഇവിടുത്തെ സ്റ്റാഫായിരുന്നല്ലേ? അഹങ്കാരം കണ്ടപ്പോൾ ഞാൻ കരുതി ഇതിൻ്റെ ഓണറാണെന്ന്. വെറുതെ കുറച്ച് നിഷ്കു എക്സ്പ്രഷൻ വേസ്റ്റായി. തേജു അവൻ പോയ വഴിയെ നോക്കിക്കൊണ്ട് ഓർത്തു. ഹലോ. ഗൗരവത്തോടെയുള്ള ശബ്ദം കേട്ടാണ് ഇത്രയും നേരം കിരൺ പോയ വഴി നോക്കി കയറുന്ന അവൾ ഞെട്ടിയത്. അതെ, തനിക്ക് ദിവാസ്വപ്നം കാണാനുള്ള സ്ഥലമല്ലേ ഇത്? ഗൗരവത്തോടെയും ദേഷ്യത്തോടെയുമാണ് ധ്രുവം പറഞ്ഞത്. ഇതുപോലെ ബാക്കിയുള്ള സ്റ്റാഫിനോട് കുഞ്ഞുകളിച്ചും വഴക്കിട്ടും നടക്കാനാണെങ്കിൽ ഇങ്ങോട്ട് വരണമെന്നില്ല. അതിന് പറ്റിയ സ്ഥലം ഇതല്ല. ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? അവൻ പറയുന്നതിനെല്ലാം അവൾ തലയാട്ടി കാണിച്ചു. വിത്ത് സെയിം നിഷ്കു എക്സ്പ്രഷൻ. നിന്റെ വായിൽ എന്താ നാക്കില്ലേ? എന്താ സർ? നിന്റെ വായിൽ നാക്കില്ലേ എന്ന്? ഉണ്ടല്ലോ. അതും പറഞ്ഞ നാവ് നീട്ടി കാണിച്ചു. അവന് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഓവർ സ്മാർട്ടാണെന്ന് മനസ്സിലായി, പക്ഷേ അത് എൻ്റെ അടുത്ത് എടുക്കണ്ട. പിന്നെ എനിക്ക് ഇതുപോലുള്ളവരെ തീരെ ഇഷ്ടമല്ല. നേരത്തെ തന്നെ നോട്ട ഞാൻ ശ്രദ്ധിച്ചിരുന്നു. നിന്നെപ്പോലെ ഒരുപാട് എണ്ണത്തിനെ കണ്ടതാ ഞാൻ. അതുകൊണ്ട് നിന്റെ മനസ്സിലിപ്പൊക്കെ അവിടെ ഇരിക്കട്ടെ. അവൻ്റെ സംസാരത്തിലെ പുച്ഛഭാവം അവൾക്ക് നന്നായി ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അയ്യോ സാറേ, എനിക്കങ്ങനെ യാതൊരു ഉദ്ദേശവുമില്ല. അതുമാത്രമല്ല, എൻ്റെ കൺസെപ്റ്റിനെ പറ്റിയ ആളുമല്ല സാറ്. ഇപ്പം ഇറങ്ങിപ്പോയില്ലേ കിരൺ? അതുപോലെ ഹാൻഡ്സമായി കാണാൻ അതുപോലെ ലുക്കായിട്ടുള്ളവരെയാണ് എനിക്കിഷ്ടം. സോ സാറ് പേടിക്കണ്ട, ആ വഴിക്ക് ഏതായാലും ഞാൻ വരില്ല. അല്ല പിന്നെ, കുറേ നേരമായി സഹിക്കുന്നു. അവളുടെ ആ ഡയലോഗിൽ ധ്രുവൻ ആകെ വല്ലാതെയായി. നേരത്തെയുള്ള അവളുടെ നോട്ടം കണ്ടുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞത്. ആദ്യമായിട്ടാണ് ഒരു പെണ്ണ് തൻ്റെ കൺസെപ്റ്റിനെ പറ്റിയ ആളല്ല താനെന്ന് പറയുന്നു. അതവന് നല്ല രീതിയിൽ തന്നെ കൊള്ളുകയും ചെയ്തു. പെട്ടെന്ന് അവനുണ്ടായ ഭാവമാറ്റം കണ്ട് അവൾ മനസ്സിൽ ചിരിച്ചു. കുറച്ച് നേരെ അവൻ്റെ അഹങ്കാരം തുടങ്ങിയിട്ട് കുറച്ച് ഭംഗിയുണ്ടെന്ന് കരുതി ഇവനാരാ? ഋതിക് റോഷനോ?
മനസ്സിൽ അവനെ നന്നായി പുച്ഛിച്ച് അവൻ്റെ മുഖത്ത് നോക്കി അവളൊന്ന് ചിരിച്ചു. അതൊരു ആക്കി ചിരിയാണെന്ന് മനസ്സിലായെങ്കിലും അവനൊന്നും പറഞ്ഞില്ല. അവൾ ക്യാബിൻ ഡോർ തുറന്ന് പുറത്തേക്ക് പോയ ശേഷവും അവൻ്റെ ദേഷ്യം നിയന്ത്രിക്കാനായില്ല. ആദ്യമായിട്ടാണ് ഒരു പെണ്ണിൽ നിന്ന് ഇങ്ങനെ ഒരു അപമാനം ഉണ്ടാവുന്നത്. അപ്പോഴാണ് അഭിലാഷ് അങ്ങോട്ടേക്ക് വന്ന്, നീ എന്താടാ എന്തോ പോയ ആരേ പോലെ ഇരിക്കുന്നു? ധ്രുവന്റെ മുഖത്തെ ഭാവം കണ്ട് അഭി ചോദിച്ചു. ധ്രുവൻ അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. ധ്രുവന്റെ ആ നോട്ടം കണ്ടതും അഭിയാകെ പകച്ചുപോയി. നീ എന്തിനാടാ എന്നെ നോക്കി പേടിപ്പിക്കുന്നത്? അതിന് മാത്രം ഞാനിപ്പോൾ എന്താ ചെയ്ത്? ധ്രുവന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടും കൂടപ്പിറപ്പുമെല്ലാം അഭിയാണ്. കൂടാതെ ധ്രുവന്റെ പേഴ്സണൽ സെക്രട്ടറി കൂടിയാണ് അഭി. അവന് സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും ദേഷ്യം വരുമ്പോഴും എല്ലാം പ്രകടിപ്പിക്കുന്നത് അഭിയുടെ മേലെയാണ്. നീയല്ലേ പുതിയ അക്കൗണ്ടിൽ ഇന്റർവ്യൂ ചെയ്തെടുത്ത്? ധ്രുവൻ ദേഷ്യത്തോടെ പല്ലിറുമ്പിക്കൊണ്ട് അഭിയെ നോക്കി ചോദിച്ചു. അതിന് നീ ഇന്റർവ്യൂ ചെയ്ത അക്കൗണ്ടന്റാ ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. ധ്രുവൻ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ തൊട്ട് അഭി ഒരേ ചിരിയാണ്. അതെനിക്കിഷ്ടായി. ഓ, എന്തായിരുന്നു നിന്റെ അഹങ്കാരം! നിന്റെ സൗന്ദര്യത്തിൽ മയങ്ങി വീഴാത്ത പെണ്ണുങ്ങൾ ഈ നാട്ടിലുണ്ടെന്ന് നിനക്ക് മനസ്സിലായില്ലേ? എനിക്കിനി ചത്താലും വേണ്ടി. ഇതും പറഞ്ഞ് ധ്രുവനെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. നീ ഇനിയും കിടന്ന് കിണിച്ചാലേ പിന്നെ കിണിക്കാൻ വായിൽ പല്ലുണ്ടാവില്ല. ധ്രുവന്റെ ആ ഡയലോഗിൽ അബിയുടെ ചിരി സ്വിച്ച് ഇട്ട പോലെ നിന്നു. പേടി കൊണ്ടൊന്നല്ല കേട്ടോ, ചെറിയ ഭയം, അത്രയേ ഉള്ളൂ. എന്തായാലും അവൾ പൂലിക്കുട്ടിയാടാ. ഞാനേ അവിടെ ടൈ ഹാർഡ് ഫാനായി. പെൺകുട്ടികളായി ഇങ്ങനെ വേണം. ആകെ മൊത്തം ദേഷ്യത്തോടെ ഇരുന്ന ധ്രുവന്റെ മുമ്പിൽ വെച്ചാണ് അബി അവളെ പൊക്കി പറഞ്ഞത്. ധ്രുവൻ മുന്നിലിരുന്ന പേപ്പർ വെയിറ്റ് എടുത്ത് അബിയെ നോക്കി. അപകടം മനസ്സിലാക്കിയ അബി അപ്പോഴേക്കും സ്ഥലം കാലിയാക്കിയിരുന്നു. എവിടെയാണ് അക്കൗണ്ടിങ് സെക്ഷൻ എന്നറിയാതെ അവൾ നിന്നു. അപ്പോഴാണ് അതുവഴി CEO ക്യാബിൽ ലക്ഷ്യം വെച്ച് ഒരു ലേഡി സ്റ്റാഫ് വന്ന്, അതെ ഈ അക്കൗണ്ടിങ് സെക്ഷൻ എവിടെയാ? തേജ് ചോദിച്ചെങ്കിലും തേജുവിനെ അടിമുടി നോക്കുന്ന തിരക്കിലായിരുന്നു അവള്. ദൈവമേ, ഈ കുരിപ്പെന്താ എന്നെ ഇങ്ങനെ നോക്കുന്നു? തേജു അവളെ തന്നെ അടിമുടി നോക്കി. എന്നിട്ട് മുന്നിൽ നിൽക്കുന്ന അവളെയും നോക്കി. ഹു ആർ യു? നിന്റെ കുഞ്ഞമ്മ. അവളുടെ നോട്ടവും ചോദ്യം കേട്ട് അങ്ങനെ പറയാനാണ് തേജുവിന് തോന്നിയെങ്കിലും ആദ്യത്തെ ദിവസം തന്നെ ആയതുകൊണ്ട് അവളൊന്നും പറഞ്ഞില്ല. നിനക്കെന്താ ചെവി കേൾക്കുന്നില്ലേ? അവൾ അനിഷ്ടത്തോടെ വീണ്ടും തേജുവിനെ നോക്കി ചോദിച്ചു. തേജുവിന് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പക്ഷെ മുന്നിൽ നിൽക്കുന്ന മുതൽ ആരാണെന്ന് അറിയാത്തതുകൊണ്ട് മൗനം പാലിച്ചു. ജോലി ഇപ്പം അത്രയ്ക്ക് അത്യാവശ്യമായിപ്പോയി. ഇല്ലെങ്കിൽ ഇതിൻ്റെ അഹങ്കാരത്തിന് കാലേ വാരി നിലത്തടിച്ചേനെ. ദേഷ്യത്തോടെ അവൾ മനസ്സിലോർത്തു. ഇത് സ്റ്റെല്ല, അക്കൗണ്ട് സെക്ഷനിലേക്ക് പുതുതായിട്ട് വന്ന അക്കൗണ്ടന്റാ. അതും പറഞ്ഞ് അവൾക്കടുത്തേക്ക് നടന്നു വരുന്ന ആളെ കണ്ടത് തേജ് താല്പര്യമില്ലാത്ത രീതിയിൽ മുഖം തിരിച്ചു. അല്ലെങ്കിൽ തന്നെ മുന്നിൽ നിൽക്കുന്ന പിശാചിന്റെ വർത്തമാനത്തിലാകെ ചൊറിഞ്ഞു കയറി നിൽക്കുകയാണ്. സ്റ്റെല്ലയെ പറഞ്ഞു വിട്ട് കിരൺ അവളെയും കൂട്ടി അക്കൗണ്ടിങ് സെക്ഷനിലേക്ക് നടന്നു. അക്കൗണ്ടിങ് സെക്ഷന്റെ ഹെഡ് കിരണാണെന്ന് മനസ്സിലായതും അവൾ കാറ്റഴിച്ചുവിട്ട ബലൂൺ പോലെയായി. അന്നേ ദിവസം മുഴുവൻ ജോലി സ്ഥലവും മറ്റ് സ്റ്റാഫുകളെയും പരിചയപ്പെടുന്ന തിരക്കിലായിരുന്നു തേജ്. അതിനിടയിൽ പലവട്ടം സ്റ്റെല്ലയെ കണ്ടെങ്കിലും അവൾ മൈൻഡ് ചെയ്യാൻ നിന്നില്ല. സ്റ്റെല്ല ധ്രുവന്റെ കസിൻ ബ്രദറിന്റെ വൈഫാണെന്ന് പിന്നീട് ആരോ പറയുന്നു കേട്ടു. അവളെല്ലാവരുമായി വേഗം തന്നെ കൂട്ടായി. അവൾക്ക് അവിടെ 2 ഫ്രണ്ട്സിനെ കിട്ടി, ശിവാനിയും വൈശാലിയും. അവരിൽ നിന്ന് അവൾ കൂടുതൽ അറിഞ്ഞു ധ്രുവനെക്കുറിച്ച്. അധികമാരോടും സംസാരിക്കാത്ത പ്രകൃതം. ആകെ ഇവിടെ സംസാരിക്കുന്ന അഭിയോട് മാത്രമാണ്. എല്ലാവർക്കും അവനോട് സംസാരിക്കാൻ പേടിയാണ്. എന്നാൽ പിടക്കോഴിൽ കുറേ എണ്ണം അവൻ്റെ പിന്നാലെ ഒലിപ്പിച്ച് നടപ്പുണ്ട്. ആദ്യ കാഴ്ചയിൽ തന്നെ ചെറിയൊരു ഇഷ്ടം അവനോട് തോന്നാതിരുന്നില്ല. അവൾ ഓർത്തു. ദിവസങ്ങൾ മാറ്റമില്ലാതെ കൊഴിഞ്ഞുപോയി. സ്റ്റാഫിലെ ആൺപടകളിൽ പലരും തേജുവിന് പിന്നാലെയായി. ഏയ് തേജു, ഏയ്! പിന്നിൽ നിന്ന് തേജുവിനെ വിളിച്ചുകൊണ്ട് ഓടി വരുന്ന കാർത്തികിനെ അവൾ കൂർപ്പിച്ച് നോക്കി. തനിക്കിപ്പോൾ എന്താ വേണ്ടത്? അവനെ നോക്കി ദേഷ്യത്തോടെ അവൾ ചോദിച്ചു. അവരുടെ തന്നെ സെക്ഷനിലുള്ളതാണ് കാർത്തിക്. വന്നാന്ന് മുതൽ കാർത്തിക് തേജുവിൻ്റെ പിന്നാലെയാണ്. എന്താ തേജു, എനിക്ക് എന്താ വേണ്ടെന്ന് നിനക്കറിയില്ലേ? തേജു അവനെ കൂർപ്പിച്ച് നോക്കി. നിന്നോട് ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കരുതെന്ന്. അവൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി അവൾ വേഗം ലിഫ്റ്റിലേക്ക് കയറി. അവൾക്ക് പുറകെ കാർത്തിക് ലിഫ്റ്റിലേക്ക് കയറുന്നുണ്ടതും അവൾ അറിയാതെ തലക്കടിച്ചു പോയി. എന്നാൽ തേജുവിന് പുറകിലായി നിൽക്കുന്ന ആളെ കണ്ടതും വെച്ച കാല് പുറത്തേക്ക് വെച്ച് കാർത്തിക് അവിടുന്ന് തടി തപ്പി. എന്നാൽ പുറകിൽ നിൽക്കുന്ന ധ്രുവനെ തേജു കണ്ടിരുന്നില്ല. കാർത്തികിൽ നിന്ന് രക്ഷപ്പെട്ട ആശ്വാസത്തിൽ നെഞ്ചത്ത് കൈവച്ച് ശ്വാസം ആഞ്ഞുവിട്ട് അവൾ തിരിഞ്ഞു നോക്കി. സുഭാഷ്, ഇതിലും ഭേദം കാർത്തിക് തന്നെ ആയിരുന്നു. അവൾ അവനെ കാണാത്ത രീതിയിൽ നിന്നു. അവൻ്റെ മുഖം ഒരു മിന്നായം പോലെ കണ്ടുള്ളൂവെങ്കിലും ആ മുഖത്തെ ദേഷ്യം അവൾക്ക് നന്നായി മനസ്സിലായിരുന്നു. ലിഫ്റ്റ് ഡോർ തുറക്കാനായി അവൾ അക്ഷമയോടെ കാത്തിരുന്നു. ലിഫ്റ്റ് ഡോർ തുറന്നു ധൃതിയിൽ ഇറങ്ങാൻ പോയ തേജു കാല് സ്ലിപ്പായി ബാക്കിലേക്ക് വീഴാൻ പോയതും ധ്രുവൻ അവളെ താങ്ങി പിടിച്ചു. പേടിച്ച് അവനെ നെഞ്ചോട് ചേർന്ന് ഷർട്ടിൽ മുറുകെ പിടിച്ചവൾ നിന്നു. ഇറുകിയടച്ച കണ്ണുകൾ പതിയെ തുറന്നു. ധ്രുവന്റെ മുഖത്തെ ദേഷ്യം കണ്ടതും അവൾ വേഗം തന്നെ അവനിൽ നിന്ന് വിട്ടുമാറി നേരെ നിൽക്കാൻ ശ്രമിച്ചു. എന്നാൽ ധ്രുവന്റെ കൈകൾ തൻ്റെ ഇടുപ്പിൽ അമർന്നിരിക്കുകയാണെന്ന് മനസ്സിലായതും അപ്പോഴേക്കും ലിഫ്റ്റ് ഡോർ അടഞ്ഞിരുന്നു.
പുറത്തു നിന്ന് ആ കാഴ്ച കണ്ട ആ കണ്ണുകളിൽ അഗ്നി നിറഞ്ഞു.